നമസ്തേ. വാർത്താ സമ്പന്നമായ ഒരു പകലാണ് കടന്നുപോയത്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. നോക്കാം ടോപ്പ് 7 at 7. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നു. 3 മണിക്കൂർ പിന്നിടുന്ന പരിശോധനയിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് രേഖകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയാണ്. അതേസമയം ക്രൈംബ്രാഞ്ച് എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് നടത്തുകയാണ്. പോറ്റി നൽകിയ നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പരിശോധന തുടരുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഇപ്പോൾ 3 മണിക്കൂർ ആയിട്ട് പരിശോധന പിന്നിടുകയാണ്. ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണോ? എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്? അശ്വതി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് ഈ അന്വേഷണ സംഘം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ കാരയിട്ടുള്ള പുളിമാത്തെ വീട്ടിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രേഖകൾ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള വിശദമായ പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ പിന്നിടുകയാണ് ഈ ഒരു പരിശോധന. വിശദമായ പരിശോധന തന്നെയാണ് നീണ്ടുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ ഈ ഒരു പരിശോധനയിൽ ലഭിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ മൊഴിയെടുക്കലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലെത്തിച്ച് ഇന്ന് തന്നെ തെളിവെടുക്കുവാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ SP ഉദ്യോഗസ്ഥരടക്കം ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. വിശദമായി മൊഴി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകളുണ്ട്, ചില സാങ്കേതിക തെളിവുകളുണ്ട് എന്നുള്ള മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ 3 മണിക്കൂർ നീണ്ട വിശദമായ പരിശോധന നടത്തുന്നത്. അതായത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ട് ആശയവിനിമയം നടത്തിയ കാര്യങ്ങളടക്കമാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പും അടക്കം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളടക്കം ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. എത്തരത്തിലാണ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമടക്കം ചോദിച്ചറിയുകയാണ്. മണിക്കൂറുകൾ നീണ്ട വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. അല്പസമയങ്ങൾക്കകം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലെ പരിശോധന നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പീഡം കണ്ടെത്തിയത്. ആ വീട്ടിലും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുവാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളൊപ്പം തന്നെ ഉന്നതരുടെ ബന്ധവും, അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തുണ്ടി മുതൽ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ള, എത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചും അതുപോലെ തന്നെ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എത്തിച്ചും തെളിവെടുപ്പുണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുണ്ടാകും. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഗൂഢാലോചനയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഇവിടെ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സ്ഥലത്തെത്തിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് മൊഴിയെടുപ്പ് രേഖപ്പെടുത്തും. ഒറ്റയ്ക്കിരുത്തിയും പോറ്റിക്കൊപ്പം ഇരുത്തിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ മാത്രം ഇരുത്തിയുമൊക്കെ മൊഴിയെടുപ്പ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും നൽകുന്ന മൊഴിയുടെ വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ പൊരുത്തക്കേടുകളിലെയും കൃത്യതയും അതുപോലെ തന്നെ സത്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന, ഇത്തരത്തിൽ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ഒന്നാന്തരം തസ്കരവീരനാണ്. ഇന്നും ഇന്നലെയല്ല ആള് മോഷണം തുടങ്ങിയത്. 2023 തന്നെ പോലീസിന്റെ സംശയ നിഴലിലാണ് ആള്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ മറവിൽ തുണിസഞ്ചികൾ മറിച്ചുവിറ്റ കേസിലാണ് പോറ്റി ഇപ്പോൾ സംശയ നിഴലിലായത്. 2023 റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇരിക്കെയാണ് 2024 വീണ്ടും ഇയാളുടെ കൈവശം സ്വർണ്ണപാളികൾ കൊടുത്തുവിട്ടത്. 2023 ഒരു ജ്വല്ലറിയുടെ പേരിൽ 1 ലക്ഷം തുണിസഞ്ചികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സന്നിധാനത്ത് എത്തിച്ചിരുന്നു. സംഭാവനയായാണ് തുണിസഞ്ചികൾ എത്തിച്ചത്. ജ്വല്ലറിയുടെ മുദ്ര പതിച്ച ഇത്തരം സഞ്ചികൾ വിതരണം ചെയ്യുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തുണിസഞ്ചികൾ എത്തിക്കാൻ ഇയാൾക്ക് അനുമതി ലഭിച്ചതുൾപ്പെടെ അന്വേഷണം ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ വിജിലൻസിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായതിനാൽ സന്നിധാനത്ത് സഞ്ചികൾ വിതരണം ചെയ്യാനുമായില്ല. തുടർന്ന് ഈ തുണിസഞ്ചികളെല്ലാം പുണ്യം
പൂങ്കാവനം പദ്ധതിയുടെ സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറി. ഇത്തരത്തിൽ കൈമാറിയ തുണിസഞ്ചികൾ പിന്നീട് പല കടകളിലും സന്നദ്ധ പ്രവർത്തകർ മറിച്ചുവിറ്റതായാണ് പോലീസ് റിപ്പോർട്ട്. 2023 ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരാമർശിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീലർ എന്നാണ്. ഈ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെയാണ് തുടർ പരിശോധനകൾ ഒന്നുമില്ലാതെ 2024 വീണ്ടും സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി വീണ്ടും അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് സംഭാവനകൾക്ക് ഇടനിലനിൽക്കുന്ന രീതി നിയമവിരുദ്ധമെന്ന് വ്യക്തമാണ്. പോലീസ് റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടും നിർണായകമായ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തുമ്പോൾ മറ്റു കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്നതും ദുരൂഹമാണ്. ന്യൂസ് ഡെസ്ക്, ജനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വടിയെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. വെറും വിമർശനമല്ല, അതിരൂക്ഷ വിമർശനം. വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് അമ്പേ പരാജയം. കയ്യെഴുത്ത് രേഖകളെ ആശ്രയിക്കുന്നത് ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗിക്കാൻ അവസരമൊരുക്കുന്നു. ബോർഡിന്റേത് ഭരണപരമായ ഗുരുതര വീഴ്ച. അക്കൗണ്ടുകൾ ഉടൻ ഡിജിറ്റൈസ് ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഉത്തരം പറയണം. ദേവസ്വം ബെഞ്ചിനോടാണ് ഉത്തരം പറയേണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ 150ഓളം ക്ഷേത്രങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വിമർശനം. ഭരണപരമായ ഗുരുതരമായ വീഴ്ചയാണിതെന്നും ഹൈക്കോടതി വിലയിരുത്തി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകൾ ഉടൻ ഡിജിറ്റലൈസ് ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആധുനിക കാലത്തും കടലാസ് രജിസ്റ്റർ ഉപയോഗിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രീതിയെയും കോടതി കുറ്റപ്പെടുത്തി. കയ്യെഴുത്ത് രേഖകളെ ആശ്രയിക്കുന്നത് ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാൻ അവസരമൊരുക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള വിശദമായ കർമ്മപദ്ധതി സമർപ്പിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടറും കമ്പ്യൂട്ടറൈസേഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും ഒക്ടോബർ 30 നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2014-2015 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ 10 വർഷത്തിന് ശേഷവും ക്രമീകരിക്കാനായില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കണക്കുകൾ പലതും അംഗീകരിച്ചത് ശരിയായ രേഖകളില്ലാതെയെന്നും ഹൈക്കോടതി വിമർശനമുയർത്തി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലടക്കം ചെലവഴിച്ച പണത്തിന് പലതിനും വൗച്ചർ ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ട്. ജനം, കൊച്ചി. KPCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ്. ഒപ്പം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കളാണെന്നാണ് ഗീവർഗീസ് മാർ യൂലിയോസിന്റെ ഭാഷ്യം. സഭ അവരെ കൈവിടില്ല. ഓർത്തഡോക്സ് സഭ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ലെന്ന് കോൺഗ്രസിന് സഭയുടെ ശക്തമായ താക്കീത്. ഒരു മാർഗവുമില്ല എങ്കിൽ സ്വരം മാറുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം താക്കീതും നൽകി. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ല എന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കുക. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതങ്ങൾ വെച്ച് കളിക്കാറില്ല. അവരാരും ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ മലങ്കര സഭയുടെ പരസ്യ പ്രതികരണത്തിൽ ശരിക്കും വെട്ടിലായിരിക്കുകയല്ലേ കോൺഗ്രസ്? വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യം മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു പരസ്യ പ്രതികരണമായിരുന്നില്ലേ ഇത്? തീർച്ചയായും ഓർത്തഡോക്സ് സഭയുടെ ഈ ഒരു പ്രതിഷേധം, പ്രത്യക്ഷ വിമർശനം നിരവധി ഇപ്പോൾ തന്നെ വലിയ ഉൾപാർട്ടി പ്രശ്നങ്ങളാൽ പൊറുതിമുട്ടുന്ന KPCCക്ക് വലിയ രീതിയിലുള്ള ഒരു കീറാമുട്ടിയായിരിക്കുകയാണ്, ഒരു ഇടുത്തിയായിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ ഇത്തരത്തിലുള്ള KPCC പുനഃസംഘടനയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തുടരുകയാണ്. പ്രത്യക്ഷത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു പ്രബലരായിട്ടുള്ള സഭ തന്നെ KPCCക്കെതിരെ വരിക എന്നുള്ളത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയിലേക്ക്
മുന്നണിയിലേക്ക് കോൺഗ്രസിനെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിമർശനമാകട്ടെ അബിൻ വർക്കിക്കും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും KPCC പുനഃസംഘടനയിൽ ഒന്നും കിട്ടാതെ പോയ ഇരുവർക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷൻ പരസ്യമായി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇവരെല്ലാം സഭയുടെ മക്കളാണെന്നും അവയൊരിക്കലും സഭ തള്ളി പറയില്ല എന്നും അവർ കൂടെ നിർത്തുമെന്നും ഒപ്പം ആരെയും സഭാവിശ്വാസികളെ എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാട് പലർക്കുമുണ്ട് എന്നും ഈ സഭയുടെ യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷൻ പറയുന്നു. മാത്രമല്ല ആർക്കും കൊട്ടാകുന്ന ഒരു ചെണ്ടയായി സഭയെ ആരും കരുതേണ്ടതില്ല. എങ്ങനെ കൊട്ടിയാലും ചെണ്ടയിൽ നിന്ന് ശബ്ദം വരും. ഒരുപക്ഷെ ഗതി കെട്ടാൽ ഈ സ്വരം മാറാനിടയുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് തന്നെ സംശയിക്കാവുന്ന നിലത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന നൽകുന്ന തരത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ഇത് ഇടതു വലതു മുന്നണികളെ ഒന്നിച്ച് ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ചേപ്പാട് പള്ളിയിലെ ആ കുരിശ് തകർത്ത സംഭവം കൂടി കൂട്ടിച്ചേർത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ നൽകിയത്. ഇന്ന് നമ്മൾ ജനം ടിവിയുടെ സ്ക്രീനിൽ വികാരഭരിതനായി ഒരു നേതാവിനെ കണ്ടു, ചാണ്ടി ഉമ്മൻ. KPCC പുനഃസംഘടനയിൽ ആദ്യ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. താനും ഒരു മനുഷ്യനാണ്, ചില സാഹചര്യങ്ങളിൽ വിഷമം വരും, അത് സ്വാഭാവികമായുള്ള കാര്യമാണെന്നാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായും ഈ വിഷയം സംസാരിക്കുമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. തിരുമേനിയുടെ അഭിപ്രായം അത് സഭയുടെ രീതിയിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ആശയം, ആ ആശയം ഗാന്ധിയൻ ആശയമാണ്. അവിടെ എല്ലാവരും തുല്യരാണ്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് സംസ്കാരത്തിൽപ്പെട്ടവരാണ് എല്ലാവരും തുല്യരാണ്. ആ തുല്യതയിലാണ് ഞാനും വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അത് ഫോളോ ചെയ്തിരിക്കുന്നു. അത് സഭയുടെ കൺസേൺ സഭ പറഞ്ഞിരിക്കുന്നു. അത് അവരുടെ അഭിപ്രായം. സഭയുടെ ആശങ്കയിൽ കഴമ്പുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. തുലാവർഷം ഇടിവെട്ടി പെയ്യുമെന്നാണല്ലോ. കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മഴ തിമിർത്ത് പെയ്യുകയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം ജില്ലയ്ക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുന്നു. കാലവർഷം നേരത്തെ പിൻവാങ്ങിയിരുന്നു. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, 5 ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്കാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. തുലാവർഷം മുഴുവനായി തന്നെ കേരള തീരത്തെ എത്തിക്കഴിഞ്ഞു എന്നൊരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അതിശക്തമായ മഴ, ഇടിയോടുകൂടിയ മഴയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 19-ാം തീയതിയും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്ത 3 മണിക്കൂർ എല്ലാ ജില്ലകളിലും ഇടിയോട് കൂടിയ മഴ ഉണ്ടാകുമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭ്യമാകുന്നത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്തുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്ന് സമുദ്ര ഗവേഷണ പഠന വകുപ്പും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഇടിവെട്ടിയുള്ള മഴയ്ക്കായിരിക്കും അടുത്ത 3 മണിക്കൂറിനുള്ള സാധ്യത എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു മഴ തന്നെയായിരിക്കും വരുന്ന മണിക്കൂറിൽ കേരളത്തിലുടനീളം ഉണ്ടാകാൻ പോകുന്ന എന്നൊരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിനെ ഇളക്കി മറിക്കാൻ നരേന്ദ്രമോദി എത്തുന്നു. സംസ്ഥാനത്തെ 12 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് മോദി പങ്കെടുക്കുക. അതിനിടെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടി രൂക്ഷം. RJDയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. 8 മണ്ഡലങ്ങളിൽ 2 പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തി. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJDക്കും സ്ഥാനാർത്ഥിയുണ്ട്.
കർണാടകയിൽ RSSനെ നിരോധിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ അസഹിഷ്ണുതയെന്ന് BJP. ഭീകരവാദ സ്വഭാവമുള്ള SDPI, PFI സംഘടനകൾക്ക് വേണ്ടി വാദിക്കുന്ന അതേ കോൺഗ്രസാണ് RSSനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. RSS രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക ദേശീയ സംഘടനയാണെന്നും BJP ദേശീയ വക്താവ് ഷെഹസാദ് പൂനാവാല പറഞ്ഞു. की असहिष्णुता का एक और प्रमाण आज सामने निकल कर आया है. वैसे तो ये SDPI, PFI जैसे अलगाववादी, आतंकवादी मानसिकता और प्रवृत्ति वाले संगठनों की पैरवी करते हैं, उनके साथ गठबंधन करते हैं. किस प्रकार से 175 केसेस SDPI के वापस लिए गए. बैन, ऐसा कोई प्रतिबंध किसी भी कर्मचारी पर नहीं है. 1960-70s में भी कांग्रेस ने ऐसा एक फतवा जारी किया था. उस फतवे को सेंट्रल गवर्नमेंट ने खत्म कर दिया है. अभी मध्य प्रदेश हाईकोर्ट ने भी बताया कि किस प्रकार से कांग्रेस पार्टी ने एक अवैध फतवा निकाला था और RSS एक पॉलिटिकल नहीं बल्कि एक कल्चरल और एक राष्ट्रवादी संगठन है. तो राष्ट्रवादी संगठन पर तो ये लोग हमला करते हैं और जो देश के टुकड़े करने वाले संगठन हैं उनके साथ खड़े हो जाते हैं. ദീപങ്ങളുടെ ഉത്സവമാണല്ലോ ദീപാവലി. ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിൽ ദീപാവലി ആഘോഷം തുടങ്ങി. ഇന്ത്യ ഗേറ്റിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പങ്കെടുക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനി പോകുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമാണ്. അവിടെ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. പാകിസ്ഥാനിൽ കഴിയുന്ന അഫ്ഗാൻ സ്വദേശികൾ ഉടൻ മടങ്ങിപ്പോകണമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന പാക് വ്യോമാക്രമണത്തിൽ അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, സമവായമില്ലാതെ ഇങ്ങനെ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ? നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഖ്വാജ ആസിഫിൻ്റെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഖ്വാജ ആസിഫിൻ്റെ ഒരു ഭീഷണി എന്ന് തന്നെ പറയാവുന്നൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ കഴിയുന്ന അഫ്ഗാൻ സ്വദേശികൾ ഉടൻ തന്നെ നാട് വിട്ടു പോകണം, പാകിസ്ഥാൻ അഫ്ഗാനികൾക്ക് താമസിക്കാനുള്ളൊരു പ്രദേശമല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു അഫ്ഗാനികൾക്ക് അവർക്ക് സ്വന്തം രാജ്യവും സ്വന്തം കാലിഫേറ്റും ഉണ്ട് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വളരെ ഗൗരവമൊരു വിഷയമാണ്. കാലിഫേറ്റ്, ആത്മീയ നേതൃത്വമുണ്ട് എന്നൊക്കെ, ആത്മീയ കേന്ദ്രമുണ്ട് എന്ന രീതിയിലൊക്കെ പരാമർശിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തെ പരിശോധിക്കേണ്ടതെന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തുടർച്ചയായ ആക്രമണം ആ മേഖലയിൽ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. 48 മണിക്കൂർ വെടിനിർത്തൽ സാങ്കേതികമായി അവസാനിച്ചെങ്കിലും അത് തുടരണമെന്ന നിലപാട് മധ്യസ്ഥർ മുന്നോട്ട് വെച്ചുവെങ്കിൽ കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണമുണ്ടായി. വീണ്ടും 50ഓളം പേരൊക്കെ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായി എന്ന വിവരങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻസിനെ വീണ്ടും പാകിസ്ഥാൻ സേന ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള പല ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന കേരള മഹാരാഷ്ട്ര രഞ്ജി ട്രോഫി മത്സരം സമനിലയിൽ അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര 2 വിക്കറ്റിന് 224 റൺസെടുത്ത് നിലയ്ക്കാണ് മത്സരം സമനിലയിൽ അവസാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര 239ഉം കേരളം 219 റൺസുമായിരുന്നു നേടിയത്. 20 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ മഹാരാഷ്ട്രയ്ക്ക് 3 പോയിന്റ് ലഭിച്ചു. കേരളം 1 പോയിന്റ് സ്വന്തമാക്കി. ഇനി കുറച്ച് സന്തോഷം തരുന്ന വാർത്തയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാകും. ശുഭ്മാൻ ഗിൽ ഏകദിന നായകനായി അരങ്ങേറുന്നതാണ് പരമ്പരയുടെ സവിശേഷത. 7 മാസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ കുപ്പായമിടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 3 ഏകദിനവും 5 20-20യുമാണ് പരമ്പരയിലുള്ളത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, നോക്കൂ, വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഏകദിന പരമ്പരയാണ്. നമ്മുടെ ഇന്ത്യയുടെ നായകന്മാർ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എത്തുന്നു. അത്യധികം സന്തോഷം പകരുന്നൊരു വാർത്തയല്ലേ നിഖിൽ?
അശ്വതി, തീർച്ചയായും അതായത് 7 മാസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നാളെ രാവിലെ ഇന്ത്യൻ സമയം 9 മണിക്കാണ് പെർത്തിലാണ് മത്സരം ആരംഭിക്കുക. ഒപ്പം ശുഭ്മാൻ ഗിൽ എന്ന യുവ നായകൻ ഏകദിനത്തിൽ ഇന്ത്യയെ നയിക്കാൻ, ഭാരതത്തെ നയിക്കാൻ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ആരാധകരൊക്കെ കാത്തിരുന്ന ആ ഒരു പോരാട്ടം. ഒപ്പം ചിരവൈരികളായ ഓസ്ട്രേലിയക്കെതിരെയാണ് ഭാരതത്തിൻ്റെ മത്സരം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും മത്സരത്തിന് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ ഒരു യുവനിര, ഒപ്പം പരിചയസമ്പന്നരായ താരങ്ങളും ഇടകലർന്ന ഒരു ടീം ആണ് ഇന്ത്യക്കുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പ്രകടനം തന്നെയാണ്. കാരണം ടെസ്റ്റിൽ നിന്നും T20 നിന്നും വിരമിച്ചവർ ഇനിയുള്ളത് ഏകദിനത്തിൽ മാത്രമാണ്. ഒപ്പം രോഹിത് ശർമ്മ ഏകദിനത്തിൻ്റെ നായകസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഈ ശുഭ്മാൻ ഗിൽ എന്ന യുവ നായകനിലേക്ക് തൻ്റെ ആ ഒരു നായകസ്ഥാനം ഏൽപ്പിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഒപ്പം ഇന്ത്യൻ ടീം BCCI മാനേജ്മെൻറ്റ് ലക്ഷ്യമിടുന്നത് ഒരു ട്രാൻസിഷനാണ്. അതായത് ഒരു തലമുറ മാറ്റം. അത് കൃത്യമായി ഈ സീനിയർ താരങ്ങൾക്കൊപ്പം കളിച്ച എക്സ്പീരിയൻസോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് വന്നതിന് ശേഷം ശുഭ്മാൻ ഗിൽ എന്ന നായകനെ അടുത്ത പോസ്റ്റർ ബോയായി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എന്തായാലും ടീം ഇന്ത്യയുടെ ലക്ഷ്യമിടുന്നത്. മത്സരം നേരത്തെ പറഞ്ഞതുപോലെ നാളെ രാവിലെ 9 മണിക്ക് പെർത്തിലാണ് നടക്കുക. അശ്വതി. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. ദീപാവലിയെ വരവേൽക്കാനൊരുങ്ങി കേരളത്തിലെ കൊച്ചു ശിവകാശി. വൈവിധ്യമാർന്ന ഹരിതവർണ്ണ പടക്കങ്ങളാണ് ആവശ്യക്കാരെ കാത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. ഇതിനുശേഷം രാഗി അവതരിപ്പിക്കുന്ന ആക്ഷേപഹാസ്യ പരിപാടി ഇക്ഷ കാണാം. അതിനുശേഷം ജനം പ്രൈം ഡിബേറ്റുമായി രോഹിണി മഹേഷ് ചേരും. ദിവസങ്ങൾക്ക് മുന്നേ ആളൊഴുക്കാണ് ആലമ്പാറയെന്ന പടക്ക ഗ്രാമത്തിലേക്ക്. 200ഓളം ചെറുകിട പടക്കക്കടകൾ ഇവിടെയുണ്ട്. ഓരോ വർഷവും വ്യത്യസ്തമാണ് തയ്യാറെടുപ്പുകൾ. നമ്മളെ കേരളത്തിലെ ശിവകാശി എന്നറിയപ്പെടുന്ന ആലമ്പാറ ഗ്രാമം, നമ്മൾ ഒരു 15 ദിവസങ്ങളായി ഈ ഒരുപാട് ഒരു 10-60 കടയോളം ഉണ്ട്. നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഉത്സവം പോലെയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എല്ലാം വളരെ വിലക്കുറവാണ്. ഇപ്പം കഴിഞ്ഞ വർഷത്തെക്കാടി ഒരുപാട് വിലക്കുറവാണ്. പിന്നെ എല്ലാ വെറൈറ്റികളും കൊച്ചുകുട്ടികൾക്കും അത് എല്ലാം അപകടരഹിതമായ വെറൈറ്റികളും പടക്കങ്ങളും എല്ലാം ഉണ്ട്. പുക ഇല്ലാത്തതാണ് എല്ലാം. ഒരു പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത്. കേരളത്തിൽ എവിടെ കിട്ടുന്നതിലും വിലക്കുറവാണിവിടെ. ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവരുടെ വാക്കാണ് അതിന് സാക്ഷ്യം. എല്ലാ കടയേക്കാളും നല്ല വിലക്കുറവാണ്, നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കിട്ടിയത്. കൊള്ളാം. വന്നിട്ട് നമ്മൾ തൃപ്തിയാണ് പോകുന്നത്. 40 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. നാളെ എന്തായാലും അവരെ അറിഞ്ഞ് ഇതിൻ്റെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇവിടെ നമ്മൾ വാങ്ങിയത് ഇപ്പം ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോയി ഞാനിപ്പോൾ 2000 രൂപയ്ക്ക് വാങ്ങി. ഇത് അവിടെയാണെങ്കിൽ 6000 രൂപയ്ക്ക് പുറത്താവും സാധനം. ഇത് ശരിക്കും മിനി ശിവകാശിയാണ്. പുതുമയാർന്ന പടക്കങ്ങളാണ് ഓരോ വർഷവും. ഡിജിറ്റൽ പടക്കങ്ങളടക്കം വിപണിയിലുണ്ട്. ആലമ്പാറ തിരക്കി വരാൻ കാരണം നമ്മൾ വെടിക്കെട്ട് ആശാന്മാർ ഒരുപാടുണ്ട്. അങ്ങനെയാണ് ആലമ്പാറ ഇത് ഫേമസായി വന്നത്. നമ്മളെ വർഷം ചെല്ലുന്തോറും നമ്മളെ കടകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കട കൂടുന്തോറും നമുക്ക് ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ആലപ്പുഴ നിന്നും, കൊല്ലത്തു നിന്നും, പത്തനംതിട്ട നിന്നും. ഇന്നിപ്പോൾ പത്തനംതിട്ട നിന്നും ആലപ്പുഴ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട്. ഏതൊരാൾ വന്നാലും പടക്കം നിറഞ്ഞ സഞ്ചികൾ റെഡിയാണ്. നമ്മൾ എത്ര പൈസ ഉള്ളവർ വന്നാലും ഇല്ലാത്തവർ വന്നാലും, ഇല്ലാത്തവർക്കായി 250 രൂപയുടെ കിറ്റെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആര് വന്നാലും നമ്മൾ നിരാശപ്പെടുത്തി വിടൂല. പിന്നെ നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പഴയ സാധനങ്ങളായിട്ടൊന്നും കൊടുക്കില്ല. എല്ലാം നല്ല പുതിയ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളെ കടയിൽ ഇത്രയും ആള് വരുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. വെടിക്കെട്ടാശാന്മാരുടെ നാടാണിത്. അതെങ്ങനെ തുടർന്ന് പടക്ക ഗ്രാമമായി. ഒരു നാടിന്റെ പ്രതീക്ഷയാണ് ഇവിടുത്തെ ആകാശത്ത് പൊട്ടിപ്പടരുന്നത്. ഈ ഭൂമിയിലും. ക്യാമറാമാൻ L അജിത്തിനൊപ്പം VS കൃഷ്ണരാജ്, ജനം, തിരുവനന്തപുരം.